അസ്സലാമു അലൈക്കും. ഖുർആനിലെ പ്രാർത്ഥനകൾ നമുക്ക് ഖുർആനിലെ പ്രാർത്ഥനകൾ പഠിക്കാം. ഇന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും ഓരോ പ്രാർത്ഥന പഠിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രഭാഷകർ പതിവാക്കേണ്ട പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥന പ്രഭാഷകർ പതിവാക്കേണ്ടതാണ്. പ്രഭാഷണം തുടങ്ങുന്നതിൻ്റെ മുൻപ് മാത്രമല്ല, സൗകര്യപ്പെടുന്ന ഏത് സമയത്തും ഈ പ്രാർത്ഥന നടത്താം. ഒറ്റക്കും അല്ലാതെയും ഈ ദുആ നടത്താം. ഈ ദുആ നടത്തിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഹൃദയ വിശാലത ലഭിക്കും. ഒരു പ്രഭാഷകന് ഹൃദയ വിശാലത അനിവാര്യമാണ്. മനസ്സിൻ്റെ ഞെരുക്കം ഇല്ലാതാകണം. ഹൃദയത്തിന് നല്ല വിശാലത ലഭിക്കണം. പ്രഭാഷകൻ പ്രബോധകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യം എളുപ്പമാകണം. അതിനും ഈ പ്രാർത്ഥന ഉപകരിക്കും. പ്രഭാഷകന്റെ വാക്കുകൾ ജനങ്ങൾ മനസ്സിലാക്കാനായി അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കുരുക്കഴിഞ്ഞു കിട്ടണം. നാവിൻ്റെ കുരുക്കഴിഞ്ഞു കിട്ടാനും ഈ പ്രാർത്ഥന ഉപകരിക്കും. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹ 25, 26, 27, 28 ആയത്തുകളിലായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം സംസാര വൈഭവം കുറഞ്ഞ വ്യക്തിയായിരുന്നു. ജനങ്ങൾ മോശക്കാരനായി കാണുന്ന ഒരു വൈകല്യവും മൂസാ നബി അലൈഹിസ്സലാമിനോ മറ്റേതെങ്കിലും നബിക്കോ ഉണ്ടായിട്ടേയില്ല. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിന് വാചാലത വളരെ പ്രധാനമാണല്ലോ. ഏതൊരു പ്രബോധകന്റെയും പ്രബോധനത്തിന് വാചാലത വളരെ പ്രധാനമാണ്.
പ്രബോധനത്തിന് ആവശ്യമായ വാചാലത ലഭിക്കാൻ വേണ്ടി, ഹൃദയ വിശാലത ലഭിക്കാൻ വേണ്ടി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം എളുപ്പമാകാൻ വേണ്ടി നാവിലെ കുരുക്ക് അഴിഞ്ഞു കിട്ടാൻ വേണ്ടി അവിടുന്ന് നടത്തിയ പ്രാർത്ഥനയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. സൂറത്തു ത്വാഹ 25-ാം ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഖാല, മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബിശ്റഹ് ലീ സ്വദ്രീ, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇശ്റഹ് ലീ, നീ എനിക്ക് വിശാലമാക്കി തരണമേ, സ്വദിരി, എൻ്റെ ഹൃദയത്തെ. റബ്ബ് എന്ന ലഫ്ലിന് രക്ഷിതാവ്, പരിപാലകൻ തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ മറ്റൊരു ഉത്കൃഷ്ട നാമമാണ് റബ്ബ് എന്നത്. ആ നാമമാണ് മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചത്. റബ്ബുൻ എന്നതിൻ്റെ ജംഅ് അർബാബുൻ എന്നാണ്. റബ്ബുൻ രക്ഷിതാവ്, പരിപാലകൻ, അർബാബുൻ രക്ഷിതാക്കൾ, പരിപാലകർ. അഖില ലോക രക്ഷിതാവ് അല്ലാഹു തആലയാണ്. അഖില ലോക രക്ഷിതാവായ അള്ളാഹുവിനെയാണ് മൂസാ നബി അലൈഹി സ്വലാം റബ്ബി, എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചത്. റബ്ബ് എന്ന ലഫ്ള് മസ്ദറായി ഉപയോഗിക്കുന്നുണ്ട്. റബ്ബ യറുബ്ബു റബ്ബൻ. റബ്ബ എന്നതിൻ്റെ അസുല് റബബ എന്നാണ്. യറുബ്ബു എന്നതിൻ്റെ അസുല് യർബുബു എന്നാണ്. റബ്ബൻ എന്നതിൻ്റെ അസുല് റബബൻ എന്നാണ്. റബ്ബ യറുബ്ബു റബ്ബൻ. റബ്ബ അവൻ പോറ്റി, അവൻ പരിപാലിച്ചു, അവൻ വളർത്തി. ഇശ്റഹ് നീ വിശാലമാക്കി തരണമേ. ശറഹ യശ്റഹു ശർഹൻ. ഫഅല യഫ്അലു ഫഅലൻ. ശറഹ അവൻ വിശാലമാക്കി തന്നു. യശ്റഹു അവൻ വിശാലമാക്കി തരുന്നു, അവൻ വിശാലമാക്കി തരും. ശർഹൻ വിശാലമാക്കി തരൽ. തശ്റഹു എന്നതിൽ നിന്ന് അംറ ഹാദിർ എടുത്തു, അപ്പോൾ ഇശ്റഹ് എന്ന് ലഭിച്ചു. ഇശ്റഹ് എന്ന അംറ ഹാദിറാണ് ഇവിടെ ഉപയോഗിച്ചത്. ലീ എനിക്ക്. ഖുർആനിൽ അല്ലാഹു തആല ലീ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ റബ്ബിശ്റഹ് ലീ എന്ന് തന്നെ ദുആ ചെയ്താൽ മതി.
റബ്ബനശ്റഹ് ലന എന്ന് ആക്കേണ്ടതില്ല. അതുപോലെ ഇതിന് ശേഷം സ്വദിരി എന്നാണല്ലോ ഉള്ളത്. അവിടെ നമ്മൾ സുദൂറന എന്ന് ആക്കരുത്. ഖുർആനിലുള്ളതുപോലെ സ്വദിരി എന്ന് തന്നെ മതി. സ്വദിരി എൻ്റെ ഹൃദയത്തെ, സ്വദുറുൻ ഹൃദയം, സ്വദിരി എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഹൃദയം. ആയത്തിന്റെ അർത്ഥം കൂട്ടി പറയുമ്പോൾ എൻ്റെ ഹൃദയം എന്നാണ് ആ വാക്യത്തിൽ നമ്മൾ പറയുക. സ്വദുറുൻ ഹൃദയം, സുദൂറുൻ ഹൃദയങ്ങൾ. പ്രബോധന ദൗത്യം എളുപ്പമാകാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം തുടർന്ന് പ്രാർത്ഥിച്ചു, വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തരുകയും ചെയ്യണമേ. എൻ്റെ കാര്യം എനിക്കു നീ എളുപ്പമാക്കി തരികയും ചെയ്യണമേ. യസ്സിർ എന്നത് അംറു ഹാദിറാണ്. നീ എളുപ്പമാക്കി തരണമേ എന്നാണ് അതിനർത്ഥം. സഹിൽ എന്നതിന്റെ അർത്ഥത്തിലാണ് യസ്സിർ എന്ന് ഉപയോഗിക്കുന്നത്. യസ്സിർ എന്നതിൻ്റെയും സഹിൽ എന്നതിൻ്റെയും അർത്ഥം നീ എളുപ്പമാക്കി തരണമേ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാം യസ്സിർ എന്നാണ് ഉപയോഗിച്ചത്. അല്ലാഹു തആല അത് ഉദ്ധരിച്ചു. ഇവിടെ ഇശ്റഹ് എന്നതിന്റെ മേൽ അത്ഫ് ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വയസ്സിർ, നീ എളുപ്പമാക്കി തരികയും ചെയ്യണമേ. അത്ഫ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെ പറയണം. യസ്സറ യുയസ്സിറു തൈസീറൻ ഫഅല യുഫഇലു തഫ്ഈലൻ സഹല യുസഹിലു തസ്ഹീലൻ. യസ്സറ അവൻ എളുപ്പമാക്കി, സഹല അവൻ എളുപ്പമാക്കി, യുയസ്സിറു അവൻ എളുപ്പമാക്കുന്നു, അവൻ എളുപ്പമാക്കും, യുസഹിലു അവൻ എളുപ്പമാക്കുന്നു, അവൻ എളുപ്പമാക്കും, തൈസീറൻ എളുപ്പമാക്കൽ, തസ്ഹീലൻ എളുപ്പമാക്കൽ. തുയസ്സിറു എന്നതിൽ നിന്ന് അംറഹാദർ എടുത്തു. ആ അംറഹാദറാണ് യസ്സിർ. അതാണ് ഇവിടെ ഖുർആനിൽ ഉപയോഗിച്ചത്. അത്ഫ് ചെയ്തുകൊണ്ട് വയസ്സിർ എന്ന് ഉപയോഗിച്ചു. തുസഹിലു എന്നതിൽ നിന്ന് അംറഹാദർ എടുത്തു. അതാണ് സഹിൽ എന്നത്. വയസ്സിർ ലീ അംരി, നമ്മൾ കൂടുതൽ ആളുകളുണ്ടെങ്കിലും വയസ്സിർ ലനാ ഉമൂറന എന്ന് ആക്കേണ്ടതില്ല. അങ്ങനെ ആക്കരുത്. വയസ്സിർ ലീ അംരി എന്ന് തന്നെ ദുആ ചെയ്താൽ മതി. ലീ എനിക്ക്, അംരി എൻ്റെ കാര്യം. ഏത് കാര്യം? ദൗത്യം, എൻ്റെ ദൗത്യം. ഒരു കാര്യം മാത്രമാണോ ഉള്ളത്? കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഉമൂരി എൻ്റെ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ ജനങ്ങൾ മനസ്സിലാക്കാനായി അവിടുത്തെ നാവിൻ്റെ കുരുക്കഴിഞ്ഞു കിട്ടാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്തു, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന്. വഹ്ലുൽ, നീ അഴിച്ചു തരികയും ചെയ്യണമേ, ഉഖ്ദതൻ, കുരുക്കിനെ, മിൻ ലിസാനി, എൻ്റെ നാവിൽ നിന്ന്, യഫ്ഖഹു, എന്നാൽ അവർ ഗ്രഹിക്കും, എന്നാൽ അവർ മനസ്സിലാക്കും, യഫ്ഖഹു, അവർ മനസ്സിലാക്കാൻ വേണ്ടി, അവർ മനസ്സിലാക്കാനായി, ഖൗലി, എൻ്റെ വാക്ക്, എൻ്റെ വാക്കുകൾ എന്നാണ് ഉദ്ദേശ്യം. വഹ്ലുൽ, നീ അഴിച്ചു തരികയും ചെയ്യണമേ എന്ന് അത്ഫ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇഷ്റഹ് എന്നതിൻ്റെ മേൽ അത്ഫ് ചെയ്തുകൊണ്ട് വഹ്ലുൽ എന്ന് പറഞ്ഞു. ഹല്ല, യഹുല്ലു, ഹല്ലൻ. ഹല്ല എന്നതിൻ്റെ അസുല് ഹലല എന്നാണ്. യഹുല്ലു എന്നതിൻ്റെ അസുല് യഹ്ലുലു എന്നാണ്. ഹല്ല, അവൻ കുരുക്കഴിച്ചു. ഹല്ലൽ ഉഖ്ദത എന്നൊരു പ്രയോഗമുണ്ട്. ഹല്ലൽ ഉഖ്ദത, അവൻ കുരുക്കഴിച്ചു. ഹല്ല, അവൻ കെട്ട് നീക്കി. ഹല്ല, അവൻ അഴിച്ചു. തഹ്ലുലു എന്നതിൽ നിന്ന് അംറഹാദർ എടുത്തു. അങ്ങനെയാണ് ഉഹ്ലുൽ എന്ന അംറഹാദർ ലഭിച്ചത്. അത്ഫ് ചെയ്ത് പറഞ്ഞപ്പോൾ വഹ്ലുൽ എന്നായി. ഉഖ്ദതൻ, കുരുക്കിനെ. കുരുക്ക് എന്ന് പറയാൻ പറ്റുമോ? ഈ വാചകം ഒന്നായിട്ട് പറയുമ്പോൾ കുരുക്ക് എന്നാണ് ആ വാചകത്തിൽ ഈ പദം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുരുക്കിനെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉഖ്ദത്തുൻ എന്നതിന്റെ ജംഅ് ഉഖദുൻ എന്നാണ്. ഉഖ്ദത്തുൻ, കുരുക്ക്. ഉഖദുൻ, കുരുക്കുകൾ. ഉഖദുൻ, കുരുക്കുകൾ. വഹ്ലുൽ എന്നതിന്റെ മഫ്ഊലാണ് ഉഖ്ദത്തൻ എന്നത്. ഉഖ്ദത്തൻ എന്നതിന് നസ്ബ് കൊടുത്തു. ഉഹ്ലുൽ എന്ന ഫിഇല് ഒരു ആമിലാണ്. ഉഹ്ലുൽ എന്ന ആമിൽ ഉഖ്ദത്തൻ എന്ന മഫ്ഊലിന് നസ്ബ് കൊടുത്തു. എല്ലാ ഫിഇലുകളും ആമിലുകളാണ്. ഓരോ ഫിഇലും ആമിലാണ്. ഉഹ്ലുൽ എന്നതിന് ഫിഇലും ഫായിലുമുണ്ട്. അതിലെ ഫിഇലാണ് ഉഖ്ദത്തൻ എന്ന മഫ്ഊലിന് നസ്ബ് കൊടുത്തത്. മില്ലിസാനി, എൻ്റെ നാവിൽ നിന്ന്. ലിസാൻ, നാവ്. യഫ്ഖഹു, അവർ മനസ്സിലാക്കാനായി. യഫ്ഖഹു എന്നതിന് അവർ മനസ്സിലാക്കും എന്നാണ് അർത്ഥം. ഇവിടെ യഫ്ഖഹൂന എന്ന് പറഞ്ഞിട്ടില്ല. നൂനെ കളഞ്ഞുകൊണ്ട് യഫ്ഖഹു എന്നാണ് പറഞ്ഞത്. അവർ മനസ്സിലാക്കാനായി.
ജനങ്ങൾ മനസ്സിലാക്കാനായി നാവിൻ്റെ കുരുക്കഴിച്ചു തരേണമേ എന്നാണല്ലോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അർത്ഥന. ഖൗലി എൻ്റെ വാക്ക്, ഖൗലുൻ വാക്ക്, ഖൗലി എൻ്റെ വാക്ക്. പ്രഭാഷകരും അധ്യാപകരും അഡ്വക്കറ്റുമാരും മധ്യസ്ഥന്മാരും വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബിശ്റഹ്ലി സ്വദിരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എല്ലാ സത്യവിശ്വാസികളും വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ചിലർ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന നന്നായി പഠിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റബ്ബിശ്റഹ്ലി സ്വദിരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ദുആ തെറ്റില്ലാതെ ഓതാൻ പഠിക്കുക, പരമാവധി വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നല്ല നിലയിൽ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഹൃദയ വിശാലത നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സുകളുടെ ഞെരുക്കം അല്ലാഹു തആല ഇല്ലാതാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ദൗത്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ വാക്കുകൾ ജനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാനായി നമ്മുടെ നാവുകളുടെ കുരുക്കുകൾ അല്ലാഹു തആല അഴിച്ചു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.